ഫയല് കേശേ സർട്ടിഫിക്കറ്റ് എന്തേടാ? എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ കണ്ടില്ലെന്ന്. കിട്ടിയില്ലേ? ഇല്ലെന്നേ. കുറച്ച് നേരം കൊണ്ട് തപ്പുക. കുറച്ചു ദിവസം ഞാൻ അവിടെ കുഴിപ്പുറത്ത് പോയി നിന്നപ്പോ എല്ലാം കൂടെ എടുത്ത് കത്തിച്ച് കളഞ്ഞ. അതോ കൊണ്ടേ കളഞ്ഞ? എന്തൊരു ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് കത്തിച്ചുള്ള എനിക്ക് തലയ്ക്ക് ഓളമല്ലേ. ഞാൻ വെല്ലം വിളിച്ചാൻ പറയും കേട്ടാ. സർട്ടിഫിക്കറ്റ് എന്തേടാ? എനിക്ക് എങ്ങനെ അറിയാം? ചേച്ചി അമ്മയടുത്ത് ചോദിച്ചാ? അമ്മേനെ വിളിച്ചു ചോദിച്ചു. ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി കുഴിപ്പുറത്തോട്ടുമല്ലോ. കുഴിപ്പുറത്ത് കൊണ്ടുപോയിന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ഒന്നും ഇല്ല. എന്താ എന്തുവാ? സർട്ടിഫിക്കറ്റ് കാണാനില്ല. അയ്യോ, ഇതിനി എവിടെ പോയി? നോക്കിയോ? എല്ലായിടത്തും നോക്കിയോ? നീ നോക്കിക്കൊണ്ടിരിക്കുവല്ലോ അമ്മൂമ്മ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് എന്ത് കാര്യം? നമ്മളൊക്കെ ഇപ്പൊ പരത്തരാണല്ലോ. ചേച്ചി എന്തിനാ പറയണേ? പിന്നെ ഇതല്ലാതെ ഞാൻ വേറെ എന്ത് പറയാനും? സർട്ടിഫിക്കറ്റ് കാണുന്നില്ലടാ. തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പെമ്പിള്ളേരെ അങ്ങ് വിടും. പിന്നെ സ്നേഹവും ഇല്ല, ഒന്നുമില്ല. ലച്ചു, നിന്നെ അങ്ങനെയാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത്? ചേച്ചിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ കറക്റ്റാണ്. കല്യാണം കഴിച്ചു വിട്ട പെൺപിള്ളാരെ വീട്ടുകാർക്ക് ഇഷ്ടല്ലേ? എവിടെ ലച്ചു, നീ എന്തോ ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നേ? സത്യം. പിന്നെ പാറു ചേച്ചി വേറൊരു സത്യം കൂടെ പറഞ്ഞു തരാം. ഈ കല്യാണത്തിന് തന്നെ പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ വേസ്റ്റാ. നീ എന്തോ ലച്ചു കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നേ? പിന്നെ അല്ലാണ്ട് കഷ്ടപ്പെട്ട് പെൺമക്കളെയൊക്കെ വളർത്തി വലുതാക്കുക, പഠിപ്പിക്കുക, എന്നിട്ട് ആരെങ്കിലും കൂടെ കെട്ടിച്ചു വിടുക. അതാണല്ലോ ഇവിടുത്തെ അച്ഛനും അമ്മമാരുടെ ഒക്കെ ജീവിതാഭിലാഷം. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കേശു, നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ കണ്ടല്ലേ കൊച്ചു പഠിക്കുന്നത്? കൊച്ചു നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ അമ്മൂമ്മേ. വിപ്ലവം ജയിക്കട്ടെ. സർട്ടിഫിക്കറ്റ് വേണ്ടേ? അയ്യോ വേണം. തപ്പണം. വിപ്ലവമൊക്കെ ജയിച്ചോളൂ. ഇതൊക്കെയല്ലേ വളർന്ന് പറഞ്ഞത്. എടാ ഒന്ന് സഹായിക്കടാ. എന്തൊരു കഷ്ടം അമ്മൂമ്മ. അമ്മൂമ്മ സർട്ടിഫിക്കറ്റ് തപ്പുമ്മ. മോള് സമാധാനമായിട്ട് നോക്കി. ഇവിടെ എവിടെയെങ്കിലും കാണും. അമ്മയുടെ റൂമിലൊന്ന് എടാ ഇതിനൊന്ന് തപ്പി നോക്കടാ. ഇതിനകത്തൊന്ന് ഞാൻ ഇനി എന്തൊരു തപ്പടാ. തപ്പാന് തപ്പടാ എന്തിനു തപ്പടാ? ഇതിപ്പോ മിക്കവാറും അങ്ങേറ്റതല്ലോ കാണ്. ചേച്ചി നേരെ വൃത്തിക്ക് തപ്പ അറിഞ്ഞുകൂടോ ഇതിന്? അമ്മേ കേശു, കിട്ടിയാ? എടാ ഈ സർട്ടിഫിക്കറ്റ് കണ്ടാ എങ്ങനെ മനസ്സിലാവും? സർട്ടിഫിക്കറ്റ് കണ്ടാലേ എങ്ങനെയാ മനസ്സിലാക്കുന്നത് നമ്മള്? അല്ല അമ്മൂമ്മ അപ്പൊ എന്തിനറിഞ്ഞിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്? അല്ല നിങ്ങൾ നോക്കുന്ന കണ്ടോണ്ട് ഞാനും നോക്കിയെന്നുള്ളതേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഓൾറെഡി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ. അങ്ങനെയൊക്കെ ഇരിക്കാം അമ്മൂമ്മ. തപ്പ് എന്നിട്ട് ഏറെക്കുറെ ഒരു കളറിൽ പഴകിയ സാധനമൊക്കെ കണ്ടാ പറ. എന്തത്? വൃക്കയുടെ പടം? ചേച്ചി ലച്ചേച്ചി ഓടി വന്നേ. കാര്യം പറ. വാന്ന്. കിട്ടിയോടാ? കിട്ടിയോ? ഓ കിട്ടി. ഇത് കൂടെ ചേച്ചി വരുമ്പോ. എന്താ കിട്ടിയാ? ഇതെന്തുവാ? ദൈവമേ, ഞാൻ ഇതിനെ എവിടെ പോയി തപ്പും? ലച്ചു എന്താ മോളെ ദാണ്ട കിട്ടിയടി. കിട്ടി. ഇത് ഫ്രിഡ്ജിന്റെ വാറന്റി കാർഡ് സൂക്ഷിച്ചു വെച്ചോ. ആണോ? കനകം അന്ന് നമ്മൾ അന്വേഷിച്ചിരുന്ന ഗ്യാരണ്ടി കാർഡ് കിട്ടി കേട്ടോ. ദൈവമേ, ചേച്ചി ഇവിടെ ചുമ്മാ ഇരിക്കണ. ചേച്ചി ഇവിടെ ബാക്കിയുള്ളവന്മാരെ കിടന്ന് കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടിരിക്കണ്. എന്റെ കേശു വെറുതെ ചൊറിയാൻ വരരുത്. ഞാൻ ചൊറിയാൻ വന്നതൊന്നുമല്ല. ഒന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. തപ്പിക്കൊണ്ടുവന്നു. ചേച്ചി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്താ? എന്തിനാണ് ഇപ്പൊ സർട്ടിഫിക്കറ്റ്? ജോലിക്ക് അപേക്ഷിക്കാൻ. ആര്? ചേച്ചിക്കാ? എന്താ എനിക്ക് ജോലിക്ക് പോയിക്കൂടെ? വിശ്വസിക്കാൻ പറ്റുന്ന വല്ല കള്ളവും പറയേച്ചി.
എടാ ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ്. ജോലിക്ക് അപ്ലൈ ചെയ്യാം. ആ. ശരി, ഏത് ജോലി? PSC. ആ PSC. PSC ഏത് ഡിപ്പാർട്ട്മെന്റ് പ്ലീസ്? വാർഡ് മെമ്പറാ PSC യിലാ? എന്റെ കേശു ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ ഞാൻ പറയാം. അത് അന്തസ് പറ. എടാ ഇന്നലെ കുഴിപ്പളത്തെ ഒരു വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു. വട്ടമേശ സമ്മേളനം? എടാ സിദ്ധുവിന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ രാത്രി നമ്മൾ ഇന്ന് സംസാരിക്കുമല്ലോ. വട്ടം കൂടി സംസാരിച്ചെന്ന്. ആ സംസാരത്തില് ടോപ്പിക് വിദ്യാഭ്യാസവും യോഗ്യതയായിരുന്നു. വിദ്യാഭ്യാസ യോഗ്യത. ആ ഓക്കെ. അപ്പൊ എല്ലാരും അവരവരുടെ കാര്യം പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ലച്ചു എത്ര വരെ പഠിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞൂടായിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, അതിന് ഫാഷൻ ഡിസൈനിങ് ചെയ്ത് BCom ചെയ്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ അവര് വിശ്വസിക്കണ്ടേ? ഇതൊന്നും അവര് വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ കള്ളമാണെന്നാണ് അവര് പറയണത്. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.